ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വൈകിട്ട് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. പഴഞ്ചക്കയാണ്. ആ പഴറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് റെസിപ്പി ചെയ്യാം. സംഭവം സിമ്പിളാണ്, പക്ഷെ കഴിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് തേങ്ങയിൽ കുറച്ച് പഞ്ചസാര ഇടണം. ഇത് പഴഞ്ചക്ക വരക്കച്ചക്ക ഏതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് പഴഞ്ചക്കയാണ്. ഇത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് തേങ്ങ ചിരകിയതാണ്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടെടുക്കാം. ആവശ്യത്തിനുള്ള മധുരത്തിന് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടെടുക്കാം. പിന്നെ അതൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്യാം. രണ്ടാമത് നമുക്ക് ഈ ചക്കനുള്ളിലത്തെ കുരു നമ്മൾ ഒഴിവാക്കുക. പഞ്ചക്ക അതുകൊണ്ട് പെട്ടെന്നൊന്ന് കിട്ടാൻ പണിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുരു ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാര നിറച്ച് ഫില്ല് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള അതേപോലെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മൈദയാണ്. ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി, നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര വേണം അതിന് ലൂസാകാതെ വിധത്തിൽ വെള്ളം ചേർന്ന് ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിപ്പോൾ കുറച്ചുണ്ടാക്കുന്നുള്ളൂ. ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ വെള്ളം വെച്ച് മാവ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസിന് ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മാവിലേക്ക് നോക്കി എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാനത് നോക്കിക്കാം, ടേസ്റ്റ് ഉണ്ടോ നോക്കാം. അടിപൊളി അടിപൊളി. നമ്മൾ നല്ല ചൂടാണ്, അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. സിമ്പിൾ റെസിപ്പി അല്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്കടിക്കൊക്കെ സൂപ്പറാണ്. ഇനി ചക്കറ്റ് വേറൊരു രൂപമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്.